ഹലോ ഗൈസ്, 3 നിലയുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നെൽകൃഷി ചെയ്യുന്ന രീതിയെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ രൂപത്തിലാക്കേണ്ടത് എങ്ങനെയെന്ന് ആദ്യം ടെറസിൻ്റെ മുകളിൽ ഫ്ലെക്സ് നന്നായിട്ട് വിരിക്കുക. വിരിച്ചിട്ട് 4 ഭാഗങ്ങളും ഇഷ്ടിക കൊണ്ട് മറക്കണം. ഫ്ലെക്സ് പാറിപ്പോവാതിരിക്കാനും ചെടിയുടെ വേര് ടെറസിലേക്ക് ഇറങ്ങാതിരിക്കാനാണ്. ചരൽക്കല്ലിന് പകരം നമുക്ക് കിട്ടിയത് മെറ്റലാണ്. വല്ലവിന് പുല്ലും ആയുധമാണല്ലോ. അതുകൊണ്ട് കിട്ടിയ മെറ്റൽ നമുക്ക് ആദ്യ രീതിയിൽ എന്നുള്ള രീതിയിൽ അത് വിതരണം. വിതറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് മണ്ണാണ് വേണ്ടത്. ആ മണ്ണ് അവിടെ കിട്ടാത്ത പ്രയാസം വന്നപ്പോൾ ഇഷ്ടിക പൊടിച്ച് വല്ലവനെ വീണ്ടും കൊണ്ടുവരികയാണ് ആയുധമാക്കിയിട്ട്. ഇഷ്ടിക പൊടിച്ചിട്ട് ആ ചരൽക്കല്ലിൻ്റെ പകരം വെച്ചിട്ടുള്ള മെറ്റലിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണ് കോരിയിട്ട് ഓരോന്നോരോന്നായിട്ട് കൊണ്ടിടണം. ഇടവളമായിട്ട് അതിനകത്ത് ചാണകം, വെണ്ണീർ, ചകിരിച്ചോറ്, അതുപോലെ തന്നെ ആട്ടുംകാട്ടം മിശ്രിതങ്ങളൊക്കെ അതിനകത്ത് ജൈവവളങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് സമ്പുഷ്ടമായിട്ടുള്ള മണ്ണാണ് അതിനകത്തേക്ക് നിറയ്ക്കേണ്ടത്. മണ്ണ് ഒരേ ലെവലിലാക്കുന്നതിൻ്റെ ശേഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട സംഗതി ചകിരിച്ചോറും ചാണകവും വെണ്ണീറും നന്നായിട്ട് കൂട്ടി കൂടുതലുള്ള സാധനം മേലെ ഏറ്റവും മുകളിൽ വിത്ത് പാകുന്ന ഭാഗത്ത് വെക്കണം. അത് വേരിറങ്ങാൻ വളരെ സഹായകരമായിരിക്കും ചകിരിച്ചോറ്. ഇതാണ് ആ കുഴച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ഒരേ ലെവലിൽ ആ ഇഷ്ടികയ്ക്ക് സമാനമായിട്ട് സമാന്തരമാക്കി വെള്ളമൊഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താഴെ 2 കുട്ടികൾ പോകുന്നുണ്ട്, അതും കൂട്ടത്തിൽ എടുത്തു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വിത്ത് വിതറിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതാ നോക്കൂ, വിത്ത് വിതറിയ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ് താഴെ കാണാൻ പോകുന്ന സംഗതികൾ. 4-ാമത്തെ ദിവസം വിത്ത് മുളച്ചു. മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പക്ഷെ ഞാൻ എന്നെക്കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. 1000 തെങ്ങുള്ള നായർക്ക് പല്ല് കുത്താൻ ഈർക്കിളി കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ 8-10 ഏക്കർ കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ടായിട്ട് ഈ ടെറസിൻ്റെ മുകളിൽ തന്നെ ഇവൻ ചെയ്തല്ലോ. ദുൽഖർ സൽമാനും മമ്മൂട്ടി, മോഹൻലാലും, ഹരിഹരസുധനൊക്കെ ഈ ഭക്ഷണമാണ് കഴിക്കുന്നത്, ഈ നെല്ലാണ്